ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരം ഞാൻ എന്താ ഒരു മൈക്ക് മേടിച്ചേക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രൈസ് ഉള്ളൊരു മൈക്ക് മേടിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ നീണ്ടു പോയത്. അപ്പം ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഇതെനിക്ക് എൻ്റെ സ്വന്തം പൈസ കൊണ്ട് മേടിക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും വരുന്നൊരു കമൻറ്റാണ്, എന്താ ചേച്ചി ഈ വീക്ക്ലി എക്സാമിന് എത്ര മാർക്ക് വരെ ഉണ്ടെങ്കിൽ നമുക്ക് നീറ്റിന് നല്ല ഒരു സ്കോർ കിട്ടും, അല്ലെങ്കിൽ ഒരു 650+ സ്കോർ കിട്ടുമെന്ന് എനിക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നിങ്ങൾ എൻ്റെ ഏത് വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയാലും അതിൻ്റെ താഴെ കാണും, ചേച്ചി എനിക്ക് വീക്ക്ലി എക്സാമിന് 300 മാർക്കേ ഉള്ളൂ, എനിക്ക് 650 മാർക്ക് കിട്ടുമോ, എനിക്ക് 400 മാർക്കേ ഉള്ളൂ, എനിക്ക് 650 മാർക്ക് കിട്ടുമോ, എനിക്ക് 200 മാർക്കേ ഉള്ളൂ ചേച്ചി വീക്കിലേക്കൊക്കെ എനിക്ക് നീറ്റിന് മെയിൻ നടക്കുന്ന നീറ്റിന് 650 മാർക്ക് കിട്ടുമോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എനിക്കിപ്പോൾ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 100 200 ഒക്കെ മാർക്ക് കിട്ടുന്നവർക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ 200 സ്കോർ ഉള്ളവരാണെങ്കിലും നിങ്ങൾ നല്ലൊരു രീതിയിൽ നല്ലൊരു ഷെഡ്യൂൾ ഇട്ട് നന്നായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറി വരാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞ ഒരു ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 200 300 350 400 അത്രയും സ്കോറിൽ സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നവർക്കുണ്ടല്ലോ, നിങ്ങൾ എത്രത്തോളം, അതായത് നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു 600 ഒരു റേഞ്ചിലേക്കൊക്കെ എത്താനേ പറ്റത്തുള്ളൂ. അതേസമയം ഇപ്പോൾ ഒരു 450+ എങ്കിലും കിട്ടുന്നവർക്കാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു പ്രോബബിലിറ്റി ഉള്ളത് 650+ കിട്ടാനായിട്ട്. കാരണം ഇപ്പം ഞാനിപ്പോൾ ജെനുവിനായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും ചിലപ്പം കുറച്ച് പേർക്കെങ്കിലും ഡീമോട്ടിവേറ്റഡ് ആവാം, പക്ഷെ അതൊരു ഫാക്റ്റാണെടാ. അത് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലും സ്കോർ ഇമ്പ്രൂവ് ആക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 400 അല്ലെങ്കിൽ ഒരു 300 സ്കോർ കിട്ടുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് നീറ്റിനെന്ന് പറയുമ്പോഴത്തേക്കും ബയോളജി മാത്രം 360 ഉണ്ട്. അപ്പോൾ ബയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 സബ്ജക്റ്റിനെ പോലല്ല, നമുക്ക് അത്യാവശ്യം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് കിട്ടുന്നൊരു സംഭവമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ച് കഴിഞ്ഞിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഫിസിക്സിനെ പോലെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നുമില്ല, കെമിസ്ട്രീനെ പോലെയും പ്രോബ്ലംസും അത്ര കുഴപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. ബയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിച്ച് കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ. അപ്പോൾ അതിനകത്തിൽ പോലും നിങ്ങൾക്ക് 300 കിട്ടുന്നു, അതിനകത്തിലൊരു 300 കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ടോട്ടൽ സ്കോർ എന്തായാലും ഒരു 400 ഒരു റേഞ്ചിലൊക്കെ കിട്ടത്തില്ലേടാ. 150, അതായത് ഫിസിക്സിൽ ഒരു 50, കെമിസ്ട്രിയിൽ ഒരു 50 കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു 400 ഒക്കെ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 300 സ്റ്റക്കായിട്ട് നിൽക്കുന്നവർക്ക് ബയോയിൽ പോലും ഒരു 200 250 പോലും എത്തുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കയറി വരാനായിട്ടുള്ള ഒരു സാധ്യതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറവാണ്. കാരണം നിങ്ങൾ ഒരു ട്രാക്കിലല്ല, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു നീറ്റ് ആസ്പിറൻറ്റ് പോകേണ്ട ഒരു ട്രാക്കിലല്ല നിങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം ബേസ് ഇല്ല, നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഒരു മോശം സ്കോറിലോട്ട് നിങ്ങൾ പോകുന്നത്. പിന്നെ ഈ 450+ കിട്ടിയവർക്ക് കിട്ടാമെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം ബയോളജി എങ്കിലും സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ബയോളജിയിൽ എന്തായാലും ഒരു 300+, ബാക്കി കെമിസ്ട്രിയിലോ ഫിസിക്സിലോ ഒരു 100 മറ്റേതിൽ ഒരു 50 ഒക്കെ കിട്ടിയാലല്ലേ എന്തായാലും നമുക്ക് 450 ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ 300 സ്റ്റക്കായിട്ട് നിന്ന് നിങ്ങൾ ഈ ടെൻഷൻ അടിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ബേസ് ഒക്കെ സ്ട്രോങ് ആക്കി, ഇപ്പോൾ ബയോയിലൊക്കെ വീക്കായിട്ടുള്ളവരാണെങ്കിൽ ബയോ ടെക്സ്റ്റ് ഒക്കെ വായിച്ച് കയറാനായിട്ട് ശ്രമിക്കാം. ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഈ ആദ്യത്തെ ടോപ്പ് റാങ്കിൽ പോകുന്ന ഇപ്പം ഞങ്ങളുടെ ഇപ്പം എൻ്റെ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. എൻ്റെ പേര് ശില്പ, ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഒരു 3rd ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഇപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞാലും വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ റിപ്പീറ്റ് ചെയ്തിട്ട് കയറി വരുന്നവർ. ബാക്കി ഭൂരിഭാഗം പേരും റിപ്പീറ്റേഴ്സും, റിപ്പീറ്റ് ചെയ്ത് വന്നവരെക്കാട്ടിലും ഒരു പ്രൊപ്പോർഷൻ കൂടുതൽ സൂപ്പർ റിപ്പീറ്റേഴ്സുമാണ്. റിപ്പീറ്റ് ചെയ്തിട്ട് വന്നവർ ഒരു 10 പേരുണ്ടെങ്കിൽ ഒരു സൂപ്പർ റിപ്പീറ്റേഴ്സ് 20 പേരും, ബാക്കി ഒരു 60 പേരോളം റിപ്പീറ്റേഴ്സുമാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിപ്പീറ്റ് ഫേസ് കഴിയുമ്പോഴാണ് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ വരുന്നത്. അത് തന്നെയാണ് മെയിനായിട്ടുള്ള പ്രശ്നം. കാരണം നമുക്ക് ആദ്യമായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ഭയങ്കര രീതിയിൽ ടെൻസ്ഡാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഒരു വട്ടവും കൂടെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ പറയുന്ന ഒരു 300, അതായത് ഒരു 450 സ്കോറിന് ബിലോയിൽ വീക്ക്ലി എക്സാമിന് സ്കോർ ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് ഈ ഒരു സമയം കൊണ്ട് നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വട്ടവും കൂടെ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു നല്ലൊരു സ്കോറിലോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോഴും നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ച് എങ്ങാണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിച്ച് കുറച്ച് മാർക്ക് മേടിച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്തായാലും സ്മൂത്ത് ആയിരിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ട് ഒരു സ്കോറിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഫോൾട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് എഫേർട്ട് ഇടുക. നിങ്ങൾ മാക്സിമം പോർഷൻസ്, അതായത് പെൻഡിങ് പോർഷൻസ് ഇല്ലാതെ മാക്സിമം കവർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വട്ടം ഇതെല്ലാം വായിച്ചിട്ടുള്ളൊരു ഇത് ഉണ്ടാവും.
മനസ്സിലായോ? അതേസമയം ഇപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്ന പോലെ അവിടുന്ന് ഇവിടുന്ന് വിട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു റീറിപ്പീറ്റിന് പോകുമ്പോഴും ഒരു ഫ്രഷ് സ്റ്റാർട്ട് സംഭവങ്ങളായിരിക്കും. മനസ്സിലായോ? ഇതിപ്പോൾ ജെന്യൂനായിട്ട് പറയുമ്പോഴത്തേക്കും കുറേയധികം ആളുകൾക്കെങ്കിലും ഹേർട്ടാവും. ഞാൻ അങ്ങ് പറയല്ല, അതായത് ഇപ്പോൾ 300 കിട്ടുന്നവർക്ക് 650+ കിട്ടത്തില്ല എന്ന് പറയല്ല. ആ ഒരു പ്രോബബിലിറ്റി കുറച്ച് കുറവായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻ്റ് ആണ്. ഇനി നിങ്ങൾ ആ ഒരു ട്രാക്കിലോട്ട് കയറി പെൻഡിങ് ചാപ്റ്റേഴ്സ് ഒക്കെ തീർത്ത് പഠിച്ചാലും മതി. നിങ്ങൾ മാക്സിമം പെൻഡിങ് പോർഷൻസ് ഒക്കെ ഇതാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ അല്ല. കാരണം പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ 4 മാസം സമയമുണ്ട്. നമ്മളുടെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ലാസ്റ്റിലോട്ടുള്ള പ്രിപ്പറേഷന് നമ്മുടെ നീറ്റിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ലാസ്റ്റ് ആ ഒരു ഫ്യൂ മന്ത്സ് പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇപ്പോഴെങ്കിലും നിങ്ങൾ ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, ഇപ്പം നിങ്ങൾ ഈ ഒരു 300 കിട്ടുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ദിവസം 650 മാറാൻ പറ്റുന്നത്? അതിപ്പോൾ ഗ്രാജുവലിയേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു എഫേർട്ട് ഇപ്പോഴേ ഇട്ട് തുടങ്ങിയാലേ പറ്റത്തുള്ളൂ. നിങ്ങൾ മാക്സിമം ബയോളജി സ്ട്രോങ് ആക്കുക, ഫിസിക്സിൽ അത്യാവശ്യം ഇക്വേഷൻസ് എഴുതി വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക, കെമിസ്ട്രി അതുപോലെ തന്നെ ഇക്വേഷൻസ് എഴുതി വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം. നന്നായിട്ട് ബേസ് സ്ട്രോങ് ആക്കി പോവുക. ബേസ് സ്ട്രോങ് ആക്കി പോയാൽ മാത്രമേ നമുക്ക് അടുത്ത പ്രാവശ്യം ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിപ്പോൾ നിങ്ങളുടെ ഫോൾട്ടായിട്ട് എടുക്കണ്ട. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നീറ്റ് എഴുതിയ സമയത്ത് പോലും ഒരു 620 ഒക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഉറപ്പായിട്ടും ഗവൺമെൻറ്റിൽ ഒരു MBBS സീറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല. 651 കിട്ടിയ ആൾക്ക് പോലും അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളുടെ ആ ഒരു ഇതൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക നിങ്ങൾ. പിന്നെ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് ഒരു 600 റേഞ്ചിലൊക്കെയാണ് നിങ്ങളുടെ സ്കോർ എത്തുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ബ്രില്യൻ്റിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫീസ് കൺസെഷൻ കിട്ടും. ആ ഒരു രീതിയിൽ പഠിക്കുക. കാരണം നമുക്കിപ്പം ഫിനാൻഷ്യൽ ബേർഡൻ ആവുന്നത് കൊണ്ടായിരിക്കും ഭൂരിഭാഗം പേരൻസും ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തത് ഒരു വർഷവും കൂടെ ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേസമയം നിങ്ങൾ ഇത്രയും ഒരു സ്കോറിലൊക്കെ എത്തി നിൽക്കുവാണെങ്കിൽ അവർക്കും കൂടെ തോന്നും നിങ്ങളെ ഒന്നും കൂടെ ഒന്ന് പഠിപ്പിക്കാൻ വിടാനായിട്ട്, നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ഫീൽ അവർക്കും കൂടെ വരും. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾ മാക്സിമം ആ ഒരു ഫീസ് കട്ടാവുന്ന ഒരു സ്കോറിലോട്ടെങ്കിലും എഫേർട്ട് ഇട്ട് എത്തിച്ചേരാനായിട്ട് നിൽക്കുക. അല്ലാതെ എന്നെക്കൊണ്ട് എന്തായാലും ഇപ്രാവശ്യം പറ്റത്തില്ല, ഞാൻ അടുത്ത കൊല്ലം എഴുതിയെടുത്തോളാം, അങ്ങനെ വിചാരിക്കരുത്. കാരണം അങ്ങനെ വിചാരിച്ച് ഉഴപ്പി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൊല്ലവും പറ്റത്തില്ല, അടുത്ത കൊല്ലവും പറ്റത്തില്ല. അപ്പം ഇതൊരു ജെനുവിൻ ടോക്കായിട്ട് എടുത്താൽ മതിയടാ. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ശരിയാടാ, ടാറ്റാ.